ഇന്ത്യ വീണ്ടും ഒരു ഭീകര ആക്രമണത്തിന് വിധേയമായിരിക്കുന്നു. ഇപ്രാവശ്യം ആ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 26. അതും നിരപരാധികളായ വിനോദസഞ്ചാരികൾ. കാശ്മീർ എന്ന് പറയുന്ന രാജ്യം, നാട്, അവിടുത്തെ പ്രകൃതി ആസ്വദിക്കുന്നതിന് വേണ്ടി എത്തിയവരാണ് ബഹുഭൂരിപക്ഷവും. അവരെയാണ് നിഷ്ഠൂരമായി, മനുഷ്യത്വരഹിതമായി, മനുഷ്യത്വവും കാരുണ്യവും സഹതാപവും അനുകമ്പയും നഷ്ടപ്പെട്ട ഒരു ചെറു വിഭാഗം ഭീകരർ അവർക്ക് നേരെ ആ നിറവൊഴിക്കുന്നതിന് മുമ്പ് വളരെ വികലമായ ചില കാര്യങ്ങൾ അന്വേഷിക്കുകയും ആ അന്വേഷണ ശേഷമാണ് അവരെ, അതായത് അവര് മുസ്ലിം മത വിശ്വാസികൾ അല്ല എന്ന് ഉറപ്പുവരുത്തുകയും പറ്റിയതിനു ശേഷമാണ് അവരെ ആക്രമണത്തിന് വിധേയമാക്കിയത്. ഇത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ, ഒരു വിധത്തിലും ഒരു രീതിയിലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരു ആക്രമണമാണ്. ഇന്ത്യയുടെ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ ഇന്ത്യയുടെ ആത്മാവിനേറ്റ മുറിവാണ് ഈ ഭീകരാക്രമണം. അതിന് തക്കതായ നടപടികൾ ആ ഭീകരക്കെതിരെ അല്ലെങ്കിൽ ആ ഭീകരർക്ക് ഒത്താശകൾ ചെയ്തു കൊടുത്തവർക്കെതിരെ, അവർക്ക് പരിശീലനം നൽകിയവർക്കെതിരെ, അവരെ ഇങ്ങോട്ട് പറഞ്ഞു വിട്ടവർക്കെതിരെ എല്ലാം കർശനമായ നടപടി സ്വീകരിക്കുമെന്നാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രി അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇനി ഇതൊരിക്കലും ആവർത്തിക്കാൻ പാടില്ല. ഇത്തരം ഭീകരാക്രമണങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകളിലെല്ലാം അതീവ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അക്കാര്യത്തിൽ സൈന്യങ്ങൾ, നമ്മുടെ സേനാ വിഭാഗം, അത് കരസേനയായാലും നാവികസേനയായാലും വ്യോമസേനയായാലും അവരവരുടേതായ രീതിയിൽ അതീവ ജാഗ്രത കാശ്മീർ പോലുള്ള പ്രദേശങ്ങൾ, സംസ്ഥാനങ്ങൾ, പ്രശ്നബാധിത സംസ്ഥാനങ്ങളിലെല്ലാം തന്നെ അതീവ ജാഗ്രത പുലർത്തേണ്ടതാണ്. ഈ ഭീകരർ ഒരിക്കലും ഇന്ത്യയുടെ ആഭ്യന്തര ഭീകരരല്ല. ഇന്ത്യയിൽ ആഭ്യന്തരമായി ഭീകരരുണ്ട്. അവരൊന്നും അല്ല ഈ മനുഷ്യത്വരഹിതമായ ഈ ക്രൂരമായ പ്രവൃത്തി ചെയ്തത്. അതുകൊണ്ട് അവർക്ക് പിന്തുണ നൽകിയത് ഏത് രാഷ്ട്രമായാലും ആ രാഷ്ട്രത്തിനെതിരെ ആ രാഷ്ട്രം ചെയ്തത് ഒരു കാരണവശാലും മാനവ സമൂഹത്തിന്, മനുഷ്യത്വത്തിന്റെ കണിയ പോലും അവശേഷിക്കുന്നവർക്ക് അംഗീകരിക്കാനാവില്ല. അതുകൊണ്ട് ഇക്കാര്യത്തിൽ പ്രധാനമന്ത്രിയുടെ തീരുമാനമാണ് ശരി, ഇന്ത്യയുടെ തീരുമാനമാണ് ശരി. ഇത്തരം ആക്രമണങ്ങൾ ഇനി ആവർത്തിക്കാതിരിക്കുന്നതിന് ഈ ആക്രമണം നടത്തിയവരെയും ഈ ആക്രമണം നടത്തുന്നതിന് വേണ്ടുന്ന ഒത്താശ ചെയ്തു കൊടുത്തവരെയും അവരെ ഇങ്ങോട്ട് പറഞ്ഞയച്ചവരെയും എല്ലാം നടപടികൾക്ക് വിധേയരാക്കണം എന്ന അഭിപ്രായത്തോടെ ഇന്നത്തെ പത്രാധിപരുടെ പ്രതികരണം പൂർത്തിയാക്കുന്നു. നന്ദി.